അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഈ പറയുന്ന രീതിയിൽ വിഹരിച്ചതിന്, ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കൾ കവർച്ച നടത്തിയതിന്, പൂജകളുടെ പേരിലും മറ്റും ലക്ഷക്കണക്കിന് രൂപ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിവ് നടത്തിയതിനൊക്കെ പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആശീർവാദം ലഭിച്ചത് പത്മകുമാറിനേക്കാളും വലിയ ആളുകളിൽ നിന്നാണ് എന്നുള്ളത് കൂടി ഈ മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ശ്യാമ, യെസ്, എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചു പോകുന്നത് അവസ്ഥ ആലോചിച്ചിട്ടാണ്. സ്വന്തം മുറി പോറ്റിക്ക് കാട്ടുകള്ളർ കൊടുക്കുകയാണ്. ഇവിടെ താമസിച്ചോ, വേണമെങ്കിൽ 2 മുറി അധികം തരാം, താമസിച്ചോ. ഈ കാട്ടുകള്ളന്മാർക്കൊക്കെ കൃത്യമായി തന്നെ പരവതാനി വിരിച്ചുകൊണ്ട് അങ്ങ് വിളിച്ച് കയറ്റി ഭഗവാന്റെ മുതലൊക്കെ അങ്ങ് കൊണ്ടുപൊക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, പത്മകുമാറിന് എവിടുന്ന് കിട്ടി ഈ ധൈര്യം? പിന്നിൽ ആളുണ്ട് എന്നതിൻ്റെ ധാർഷ്ട്യമായിരിക്കാം ഈ സ്വന്തം മുറി പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറാൻ വിട്ടുകൊടുത്തത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കാട്ടുകൊള്ളയ്ക്ക് അരങ്ങൊരുക്കുന്നതിൽ നിർണായകമായ പങ്ക് പത്മകുമാർ വഹിച്ചിരുന്നു. അയാളുടെ അധികാരം കൂടി ഇതിനായി ബലി കഴിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതൊരു ചെറിയ കളിയല്ല എന്ന് വ്യക്തമാണ്. സംഘടിത കാട്ടുകൊള്ള, കേന്ദ്ര ഏജൻസി വരണം, അന്വേഷിക്കണം, സത്യം കണ്ടെത്തണം എന്ന് ഹൈന്ദവ സംഘടനകൾ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. യെസ്, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്, കണ്ണൂരിലേക്കാണ് പോകുന്നത്. ഇന്നലെ ദുഃഖകരമായൊരു വാർത്ത, അനീഷ് ജോർജ് എന്നൊരു BLO അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു രാഷ്ട്രീയമായ രീതിയിലേക്ക് ചില കക്ഷികളൊക്കെ കൊണ്ടുപോകുന്ന സാഹചര്യവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കണ്ടതാണ്. ഇന്ന് കളക്ടറുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് പോകാം. CPMൻ്റെ ഭീഷണി ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് മേൽ ഉണ്ടായിരുന്നു, നിരന്തര സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് മറ്റു പത്രങ്ങൾ, വിശേഷിച്ച് മാതൃഭൂമിയൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതാ SIRൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. രത്തൻ ഖേൽക്കർ പറഞ്ഞിട്ടുണ്ട്, കളക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇത് അധിക ജോലിഭാരവുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന്. എന്തായാലും നമുക്ക് നോക്കാം കളക്ടർ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നതെന്ന്. ഒപ്പം കുടുംബം എങ്ങനെ ഇതിനെ പ്രതികരിക്കുന്നു എന്നും കൂടി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. മിഥുൻ ചേരുന്നു വിശദാംശങ്ങൾ നൽകാനായി. മിഥുൻ, സ്വാഗതം, നമസ്തേ നമ്മുടെ പുത്തുംപുരയിലേക്ക്. യെസ്, മിഥുനിലേക്ക് വരാം. അതിനു മുമ്പ് പ്രജിത്താണ് ഈ വിശദാംശങ്ങൾ കൃത്യമായി നൽകുന്നത്. പ്രജിത്ത് പറയും. ശ്യാമ, ഇതിലൊരു പ്രശ്നമുള്ളത്, ഒന്ന്, കളക്ടറുടെ റിപ്പോർട്ട് വന്നതോടുകൂടി ഈ പറയുന്ന രീതിയിൽ ഈ SIRമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല ഈ അനീഷ് ജോർജിൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഏതാണ്ട് 50 എന്യൂമറേഷൻ ഫോമുകൾ കൂടി മാത്രമാണ് അദ്ദേഹത്തിന് വിതരണം ചെയ്തതിനുണ്ട് എന്നുള്ള കാര്യങ്ങൾ കളക്ടർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നത് മറ്റൊരു അജണ്ടയാണ് ശ്യാം. അത് പറയാതിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ നമ്മളെങ്കിലും അത് പറഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഈ CPM ഈ അനീഷ് ജോർജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളിൽ കൈ കഴുകാനും അതുവഴി SIRൻ്റെ മുകളിലേക്ക് ഈ ആത്മഹത്യയുടെ ഒരു പാപഭാരം ചുമത്താനും ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ അനീഷ് ജോർജിനെ CPM ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ വന്നിരുന്നു. അതായത് ഈ അനീഷ് ജോർജ് ഒരു BLO ആണ്, അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുമായിട്ടാണ് അദ്ദേഹം ഈ എന്യൂമറേഷൻ ഫോം വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഏജന്റുമാരും പങ്കെടുക്കേണ്ടതുണ്ട്. അങ്ങനെ CPMൻ്റെ ഏജന്റിനെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച ഈ അനീഷ് ജോർജിനെ CPM ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറത്തേക്ക് ഒരു വെളിപ്പെടുത്തലായി മാറിക്കഴിഞ്ഞു. അത് സംബന്ധിച്ച ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിടുമെന്നുള്ളതാണ് ഇപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വമടക്കം ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അനീഷ് ജോർജിന്റെ മരണത്തിൽ CPMന് നിർണായകമായ പങ്കുണ്ട് എന്ന് പറയാതെ പറയുന്ന തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു, അനീഷ് ജോർജിനെ CPM ഭീഷണിപ്പെടുത്തിയിരുന്നതായി. അങ്ങനെ വെളിപ്പെടുത്തൽ വന്നു നിൽക്കുമ്പോഴാണ് CPM കൃത്യമായി SIRന്റെ മുകളിലേക്ക് ഈ വിഷയം വലിച്ചിടുകയും SIR കൊണ്ടുള്ള ജോലി സമ്മർദ്ദമാണ് എന്നുള്ളൊരു ആരോപണം അതിൽ ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ കളക്ടറുടെയും രത്തൻ കേൽക്കറുടെയും ഒക്കെ വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ അവരുടെ വിശദീകരണങ്ങളും വന്നതോടുകൂടി സ്വാഭാവികമായും അങ്ങനെ ഒരു ജോലി സമ്മർദ്ദമല്ല ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. കുടുംബം സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അനീഷ് അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ആ സമ്മർദ്ദം എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യമാണ് ഇതിലേറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അതിന് പിന്നിൽ CPMൻ്റെ ഭീഷണിയായിരുന്നുവെന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുന്ന സാഹചര്യം ഈ ഘട്ടത്തിലുണ്ട്. ജോലി സമ്മർദ്ദമല്ല, മറിച്ച് രാഷ്ട്രീയ സമ്മർദ്ദമാണ് അനീഷ് ജോർജ് നേരിട്ടിരുന്നതെന്നും അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാതെ പോയത്
എന്നുള്ളതും ഈ ഘട്ടത്തിൽ വ്യക്തമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇതിനെ ഒരു രാഷ്ട്രീയ കളിയാക്കി മാറ്റുന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിൽ കോൺഗ്രസിനും നിർണായകമായ പങ്കുണ്ട് ശ്യാം. കാരണം കോൺഗ്രസ് ജില്ലാ നേതൃത്വമാണ് ആദ്യഘട്ടത്തിൽ ബൂത്ത് ലെവൽ ഏജന്റിന്റെ അടക്കം വെളിപ്പെടുത്തലുകളും വരുത്തുന്നതും പിന്നീട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം തന്നെയാണ് CPM-നെതിരെ പരാതി നൽകുന്നതും ഇത്തരത്തിലുള്ള ശബ്ദരേഖ അടക്കം തങ്ങൾ പുറത്തുവിടുമെന്ന് പറയുന്നതും. പക്ഷേ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ, ദേശീയ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളാണിത് SIR-നെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണത്തിന് ഇത് ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് SIR ജീവനക്കാരിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഈ KC വേണുഗോപാൽ അടക്കമുള്ളവർ ഉന്നയിച്ചത്. അതായത് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ കയ്യിൽ ഇത്തരം രേഖകളുണ്ട്, ഇത്തരം ശബ്ദരേഖകളുണ്ട്, അനീഷ് ജോർജിനെ CPM നേതൃത്വം ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ സംസ്ഥാന കോൺഗ്രസിലേക്ക് വരുമ്പോൾ, ദേശീയ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇത് SIR-ന്റെ മുകളിൽ ചാർത്താനുള്ള ഒരു വൈദ്യുതിച്ചൂടൽ അവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് CPM നേതൃത്വം കൃത്യമായി ഈ വിഷയത്തെ വീണ്ടും SIR-ന്റെ മുകളിലേക്ക് ഇടാനുള്ള ശ്രമം നടത്തുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ ഇടത് BLO-മാരുടെ, അതായത് CPM-ന്റെയും CPI-യുടെയും ഒക്കെ BLO-മാരാണ് ഇന്ന് അതിൽ വിടുന്ന അവരുടെ സംഘടനകളിൽ പെടുന്ന ആളുകളാണ് ഇന്ന് അതിലുൾപ്പെടുന്ന BLO-മാരാണ് ഇന്ന് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അനീഷ് ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദം മൂലം, CPM-ന്റെ അടക്കമുള്ള രാഷ്ട്രീയ സമ്മർദ്ദം മൂലം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആ പ്രദേശത്ത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ കളിയുടെ ഭാഗമായി ഈ ഉദ്യോഗസ്ഥന്റെ മകളിൽ ചില സമ്മർദ്ദങ്ങൾ ഏർപ്പെട്ടിരുന്നു. ഈ സമ്മർദ്ദങ്ങളാണ് അയാളെ കൂടുതൽ മാനസികമായി തകർത്തത് എന്ന് പറയാം എന്ന് വന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ കൂടി അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ, SIR-നെതിരെ ഉപയോഗപ്പെടുത്താൻ ഒരു പ്രചാരണായുധമാക്കി ഇടത് വലത് മുന്നണികൾ മാറ്റുകയാണ്. ശ്യാമ. യെസ്, പ്രജിത് മോഹനനാണ് വിശദാംശങ്ങൾ കൃത്യമായി തന്നെ നൽകിയത്. നോക്കൂ, ഏതൊക്കെ രീതിയിലാണ് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് എന്നാണ് ഇവിടെ ഏറ്റവും സങ്കടകരമായ കാര്യം.